ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കിട. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിട. നിത്യദിവ്യബലി നമുക്ക് ജെസി ചേച്ചിയുടെ 11ാമത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ജെസി ചേച്ചി വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് ചെയ്തു എല്ലാ നല്ല പ്രവൃത്തികൾക്കും കുടുംബത്തിനും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. ചിന്നച്ചേട്ടനെയും ചിന്നിയമ്മായിയെയും ഫെർണാണ്ടിസ് ചേട്ടനെയും ജോസേട്ടനെയും യേസ് ചേച്ചിയെയും എല്ലാ ബന്ധുക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. വിശാൽ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. ആമേൻ. നാഥ, നിന്റെ സഹായം ഞാൻ യാചിക്കുന്നു പകലെല്ലാം. രാവിലും അങ്ങേ സന്നിധിയിൽ വാവിട്ടേവം വിലപിപ്പൂ. എന്നർത്ഥനകൾ നിൻ മുൻപിൽ വന്നെത്താനിടയാകട്ടെ. നിൻ വിളിക്കാ സദയം നീ നിൻ ചെവിയാചിച്ചു ശ്രവിക്കണമേ. അന്യൽ ആശ്രയമിനിയില്ല, നിന്നെ തന്നെ വിളിപ്പൂ ഞാൻ. കൈകളുയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കർത്താവേ. പുലരികൾ തോറും നിൻ മുൻപിൽ നിലവിളിക്കാൻ ഞാൻ എത്തുന്നു. കർത്താവേ, ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു വിലാപത്തിൽ. ഇരുളിൽ മുങ്ങിത്താഴുമ്പോൾ കരമൊന്നരുള് ഏകണമേ. കൈകളുയർത്തി തിരുമുൻപിൽ കരയുന്നു ഞാൻ കേൾക്കണമേ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദ്യം മുതൽ പോകന്നെ നീ. ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിൽ പ്രകാശം കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യ നന്മകളും നിറഞ്ഞു കൂടി ചൂടുന്ന സഭയിൽ ഞങ്ങൾ അങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിനെ നാഥന സൃഷ്ടാവുമാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേക്കുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി എന്റെ കർത്താവ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിസ്ഥിതി സത്രികനും ബലവാനും അമർത്യമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരേ, വിശുദ്ധ പൗലോസ് എഫെസ്യർക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 7 മുതൽ 11 വരെ. പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയുമാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടുകൂടി ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അവൻ നമുക്ക് വേണ്ടി അതിനുവേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര പരമോന്നതത്തിന് വേണ്ടി യത്നിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതം ദൈവികമായ കൽപ്പനകളുടെ മധ്യരസരം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സർവലക്ഷണങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്തെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിനും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ 27 വരെ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്ഥിതിയോളം ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്തു പറഞ്ഞു, കർത്താവേ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശുവോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷകളും കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ നിവർത്തിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരി ജെസ്സിക്കും മറ്റു ഞങ്ങളുടെ ബന്ധുക്കൾക്കും നിത്യഭാഗത്ത് ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളെ അനുഗ്രഹിക്കണം നിങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു. വിഷാടിപ്പീഡ അനുഭവങ്ങളെ കുറിച്ച് മരിച്ച കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശാല ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് വിശാല ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചതുമായ ഞങ്ങളിലെ സഹോദരങ്ങളെ നിത്യജീവിതം അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്ക് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവടെയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മയും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ പ്രിയവും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപാവരെ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കണമേ. അവരെ മുഖത്ത് മണിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ജസ്റ്റിയെയും ചെന്നച്ചേട്ടനെയും മറ്റെല്ലാ ബന്ധുക്കളെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര അവരെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുന്നതിന്റെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെ സംസ്കാരത്തിന്റെ ഉത്ഥാനത്തിന്റെ ഓർമ്മയായിരിക്കാം. എന്റെ കൃപയാലും അനുഗ്രഹത്താലും കൃപാന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആത്മജനും ദിവ്യ റുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പവനം ഈ ബലിയിൽ എന്നേക്കും ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിത തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ.
സകലത്തിനെയും നാഥനായ ദൈവം തന്റെ സ്ത്രീകളാൽ ലഭിക്കുന്ന നമ്മളെ ശക്തരാക്കട്ടെ. പിതാമ്പുത്രനും വിശുദ്ധാത്മാ സർവേശ്വര. സ്വർഗത്തിന്റെയും ഭൂമിയുടെ നാഥ പിതാവ്, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ശരീരക്തങ്ങളാകുന്ന ശുശ്രൂഷരാകുവാൻ സത്യവും പരിശുദ്ധവും ചെയ്താൻ ദൈവികമായ അർപ്പിക്കുവാൻ പാപിയായതിന്റെ കാരണയോഗ്യനാക്കി അങ്ങയുടെ അജകരമായ ജനത്തിന്റെ പ്രതി പാവല മോതാത്മാക്കൾ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെ ജനത്തിലുള്ള സഭകളുടെ സമാധാന ശാന്തിക്ക് വേണ്ടിയോ ഞാൻ അന്വേഷിക്കുന്നു. കർത്താവെ ആശീർവദിക്കേണ്ട സഹോദരെ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പറ്റി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരക്തങ്ങളാൽ ദിവരഹസ്യങ്ങളെ ശുശ്രൂഷരാക്കുവാൻ എളിയവരും പാപിലുമായി തന്നെ ഞങ്ങൾ അങ്ങ് കാരുണ്യത്തെ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനത്തിൽ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കുന്നു. ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവ് ശക്തനായും ബലഹീനത്തെ സഹായിക്കും. അങ്ങനെ തിരുത്തൽ ബഹുമാനത്തിൽ സമൂഹത്തിൽ നന്മയ്ക്കുമായി സജീവ വിശുദ്ധമായ തിരുസന്നിധിയിൽ അർപ്പിക്കുവാൻ അങ്ങനെ അനുഗ്രഹത്തെ നിയോഗനാഭ്യം ചെയ്യണമേ. സകലത്തിൽ നാഥാന്യം കർത്താവിന്റെ ശരീരത്തിന്റെ കൃപാപണം നിയോഗനാക്കി അപ്രകാരം തന്നെ വിദ്യ ദിവസത്തിൽ നിന്ന് സംപ്രീതിക്കുവാൻ നിയോഗനാക്കണമേ. നമ്മുടെ കർത്താവേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ സഹവാസനം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലത്തിനെയും നാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിന്റെ ദൈവമേ, ആരാധന രാജാവ് എങ്ങനെ സന്നിധിയിലേക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാമ്പുത്രൻ പരിശുദ്ധാത്മാ സർവേശ്വരന്റെ മാതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആഗ്രഹങ്ങളും എല്ലാ നാവുകളും നികത്തക്കതയും എല്ലാ സൃഷ്ടികൾക്കും വാഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിന്റെ സകലത്തേക്ക് ഇവിടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിൽ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരും സാപ്പന്മാരുടെ ചേർന്ന് നാഥനായകൾക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിട്ട് ആസ്വദിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വെണ്ണും നിറയുന്നു മന്നവനുവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യം. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതമെങ്കിൽ സദൃശനം, അങ്ങിലുള്ള പ്രകാശക സത്യപ്രതിച്ഛായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും വർത്തിമ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയപ്പെട്ട ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങൾ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ ഞാൻ കൽപ്പിച്ചതുപോലെ ബലഹീനമാകുന്നതുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നീ പ്രകാശം കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു സംബന്ധിക്കുകയും മുദ്രാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കളമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശുദ്ധനായ ദേവി പ്രധാനായ സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ജോർജ് ശ്രേഷ്ഠമിത്രാപോലത്തേക്ക് വേണ്ടിയും ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ ക്രിസ്മിത്രാപോലത്തേക്ക് വേണ്ടി ഞങ്ങളുടെ മറ്റു വത്സര പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർമാപേക്ഷിച്ച് ഭരണകർത്താക്കൾ മേലധ്യാപകർക്ക് വേണ്ടിയും കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയർഗമായത് വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധന്മാരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ജനിച്ചെന്നെ ചേട്ടനും അച്ഛനും അമ്മായിക്കും ഞങ്ങളുടെ മറ്റെല്ലാ ബന്ധുക്കൾക്ക് വേണ്ടിയും അങ്ങനെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ എളിയ ജനത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവ് ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. യോർമ്മയാചരണത്തിൽ ദൈവകനികാമരത്തിന്റെയും തിരുസന്നി സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവന സ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധമായ കവിതാസംജാതമാക്കണമേ. ജീവിതകാലം മുഴങ്ങിയ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വംശയം അയച്ചെന്നും ഭൂവാസിൽ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാ വന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതായകമായ അർത്ഥമുദ്രിതരും വിശുദ്ധ കത്തോലിക്ക സഭ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ മിൽത്തിനെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാം മനുഷ്യൻ പറയട്ടെ. കർത്താവിടെയും ബലഹീനും ക്ലേശിതമായ ദാസൻ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങനെ നാമത്തിൽ നിർമ്മിച്ചു ഉൾപ്പെടുത്തിരിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാദനക്ഷണമായ ഈശ്വമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ചെയ്തായി ദൈവികമായ സന്തോഷത്തോടെയും സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപ ആസ്വദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടയപ്പിള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും സ്വർഗരാജ്യത്തിൽ നാം ആ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദേവി, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയക്ഷപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂലം രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്കും കൃതജ്ഞാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ചെയ്തായിരിക്കും എങ്ങനെ നാമത്തെ ബഹുമാനത്തിനും ആരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കുന്ന ദൈവങ്ങളെ യോഗ്യരാകുന്ന യോഗ്യരാകുന്നു. എങ്കിലും പരിശുദ്ധവും ചെയ്ത ദൈവികമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായുടെ തിരുനാമത്തിന് സ്തുതി ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകമായി ഈ അപ്പസ്വരത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നത് മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമെങ്കിൽ നാം യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ രഹസ്യങ്ങൾ സമീപിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട കർത്താവായ ഈശോമിശിഹായെ തിരിച്ചറിയപ്പെടുന്ന അങ്ങേരെ കേൾക്കാൻ കാരണത്തിൽ വിവേചിച്ചും സാക്ഷ്യപ്പെടുന്നു. പിതാവിന്റെ പുത്രന്റെ പ്രസിദ്ധമായ നാം നയിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ ജീവിതമായ ശരീരങ്ങളും സാക്ഷ്യപ്പെടുന്നു. പിതാവിന്റെ പുത്രന്റെ പ്രസിദ്ധമായ നാം നയിക്കാമേ. നമ്മുടെ കർത്താവ് ഈശോയെ തിരിച്ചറിയാത്ത പാപമോചനങ്ങളും സാക്ഷ്യപ്പെടുന്നു. പിതാവിന്റെ പുത്രന്റെ പ്രസിദ്ധമായ നാമത്തിൽ നയിക്കും. നാമേ പരിശുദ്ധവും ചെയ്ത ദൈവികമായ പിതാമ്പുന്ന പ്രസിദ്ധത്തിൽ നാമത്തെ വേദനയ്ക്കും ആരാധ്യ മോഹിനിയും നാമത്തെ വേദനയ്ക്കുമ്പോഴേ പൂർത്തിയും പാപങ്ങളുടെ മോചന പ്രത്യാശത്തിൽ നാമാചരിക്കുമാറാണ്ട് നമ്മുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മ സിംഹാസനം എല്ലാവരും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ മൂലമായ ശരീരത്തിൽ നമുക്ക് എല്ലാവർക്കും ഭക്തി സമീപിക്കാം. അനുതാപത്തിനുള്ള ശരണത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനാദേവത്തിന്റെ കൃപയും പാപോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേയും ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും പടി നമ്മൾ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേയും ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദ്വേഷം നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശുദ്ധകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യമത്യത്തോടും ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവിന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ശരീരത്തിനും ഉയർപ്പിനും ആത്മാരക്ഷ കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോന്നതയുമായി രാജ്യത്തിൽ സകല വിശുദ്ധരോടും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ താവായ ദൈവികാരനെ കൂടി അങ്ങനെ ഞങ്ങൾ നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങനെ സന്നിധിയിൽ എപ്പോൾ നിഷ്കളങ്കമായി വ്യാപരിക്കാൻ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങൾ ചിത്രാപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുറത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തട്ടെ, ദുഷ്ടാരൂപികളോട് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കം കീഴേതാവുന്നു. കർത്താവശ്യത്തിന് സർവീസ് നല്ലവനായ ദൈവിക പാപ്പോനെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യങ്ങളൊക്കെയാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപികൾ തന്നെ സൈന്യങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപിയുള്ള അധികാരം കീഴേതാവുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന ശുദ്ധജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. സഭത്തിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. കരങ്ങൾ പ്രവർത്തിക്കാൻ എൻ്റെ വിരുദ്ധ ക്ഷണിക്കപ്പെട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാനം ചെയ്യാൻ കാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, കൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ.
സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നെൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥ, നിത്യം ആരാധനാ സ്തുതി നാഥ. ഞങ്ങളെ ജീവിതമായ ദൈവികമായ രഹസ്യങ്ങൾ ചേർക്കുവാൻ കാരണവരങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് ഇപ്പോൾ സ്തുതിയും ബഹുമാനം കൃതജ്ഞ ആരാധന നിരന്തരം സമർപ്പിക്കാൻ കഴിയപ്പെട്ടവരാകുന്നു. പിതാമ്പുത്രൻ പരിശുദ്ധാത്മാ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന് പ്രത്യായ ശമിശിഹായെ അമർത്യത്തിൽ ആവശ്യമായ കൃപാനയിൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിനെയും നാഥ എന്നേക്കും. മരണം മൂലം മരണത്തെ വിജയിച്ചവനാ കർത്താവേ, നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തിപ്പാടി നമിക്കുന്നു. നാഥ, നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ. നിന്റെ തിരു രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടിടും ഒരു നാളിൽ. മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിടുമീ ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരുതുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാദം പിതാശ്വര. എന്റെ കർത്താവ് ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലമ്പാകെ കർത്താവ് ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിൽ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്തി കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്ന് നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. സിദ്ധാത്മാനുസ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം നൽകേക്ക് മാമേ തെളിവായ എന്നോട് നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവ് നിന്റെ കരുണയെ ഗമിക്കുന്നതിന്റെ ധ്യാനങ്ങൾ പാപങ്ങൾ മായ്ച്ചവൻ ചെയ്യുമാറാകട്ടെ. മഹനീയമായ പ്രീത്യത്തിൽ എന്നെ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാ സർവേശ്വര. കർത്താവ്, നീ ആകാശവും ഭൂമിയിലെ സത്യനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണാത്മപ്രത്യാശിയാവും. ഇവന്റെ മരണത്തിന്റെ നാഥനത്തിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാ സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ.
തിരുസന്നിധിയിൽ. പൂർവന്മാരാൻ നോഹ, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മൈദാശതൻ പരിഭാവനമാ വിളികൾ പോലെ പുരുവത്സലരാം സ്നേഹരും ഒരുപോൽ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ വെളിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും വലിയനാഥ തിരുസന്നിധിയിൽ. അഗാധന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധന് ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവ്, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്ന് ആ പാപങ്ങൾ നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ ഒരു വാഗ്ദാനത്തിലാകുന്നു. പുലരി അവൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ കർത്താവിനെയും കാത്തിരിക്കുന്നു. പുലരി അവൻ കാത്തിരുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകും. ഇസ്രായേലിന്റെ പാവനിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അഗാധത്തിൽ ഞാൻ വിളിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥന സമാധാനം നമ്മോടുകൂടെ. സജീവൻ ജീവിതാത്മാ ശബ്ദത്താൽ ആസനീകരിച്ച കർത്താവേ, അശബ്ദ മഹനീയമായ നീതിയുടെ ദിവസത്തിൽ എന്റെ ദാസൻ ജെസ്സിയെയും കിന്നെയും വിളിക്കുന്നതിന് വലത്ത് പാദത്വം ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിനും കരുണ നിറഞ്ഞ നീതിമാനുമായ വിധി കർത്താവേ, ഇവന്റെ മരണത്തിനെ നാദത്തിൽ പിതാമത്തിനും പരിശുദ്ധാത്മാവും സർവേശ്വര. കർത്താവ് മനുഷ്യനെ കരുണാവും ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന യാത്ര പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ഇവന്റെ മരണത്തിനെ നാദത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര. സകലത്തിലെ നാഥനും ദൈവമായ മിശിഹായ നിന്റെ ക്രിസ്തുവിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടുകൂടി വാനമേഖലയിൽ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാനപ്പത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരി ജെസ്സിയെയും ചിന്നിനെയും എൻ്റെ അമ്മായിയെയും അച്ഛനെയും ഫെർണാണ്ടീസേടിനെയും ജോസേടിനെയും ചേച്ചിയും ഭർത്താവിനെയും മറ്റെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. അവർ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാൽ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്.